നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചിക്കൻ 65 എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഒരു എഗ് 65 ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ തന്നെ നമ്മൾ എഗ് 65 ഉണ്ടാക്കാൻ വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ പറയാം. അതുകൊണ്ട് ഞാനിവിടെ ഒരു 6 മുട്ട പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുട്ടയുടെ വെള്ളം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ, മഞ്ഞ എടുക്കത്തില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പാത്രം, ഈ മുട്ടയുടെ വെള്ളം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ഒരു ഇച്ചിരി എന്താ പറയുക പച്ചമുളക് കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ മുട്ട നമ്മൾ എന്ത് കാര്യത്തിൽ പൊട്ടിച്ച് വയ്ക്കുമ്പോൾ വേറെ പാത്രത്തിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ചിലപ്പോൾ കൊള്ളാമോ സ്മെല്ലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണേ നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന സാധനത്തിലേക്ക് തന്നെ ഇപ്പോൾ പാത്രത്തിൽ ഇന്ന സാധനങ്ങൾ അതിലേക്ക് തന്നെ മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം മുട്ട നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ വാട ഉണ്ടാവും, ചിലപ്പം എന്താ പറയുക ചീത്തയായ മുട്ടയായിരിക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് അത്ര സാധനം വേസ്റ്റായി പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. വേറൊരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. പിന്നെ അത് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ബ്രെഡിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കടലമാവ് ഞാൻ ബോട്ടിലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്, കാരണം ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാണ്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാനിപ്പം ഓൾറെഡി വാങ്ങിച്ച പാക്കറ്റ് പേസ്റ്റാണ് എടുക്കുന്നത്. നിങ്ങൾ ആരും അത് എടുക്കണ്ട. പകരം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഓൾറെഡി ഇരുന്നതുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ലേശം മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി വേണ്ട, മുളക് പൊടിയും ഗരം മസാലയും കൂടി ഞാൻ ഇതിനകത്ത് മസാലയായിട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും വേണം. അപ്പം നമുക്കിനി ഇത് ആദ്യം ഞാനിപ്പോൾ ചെയ്തിട്ട് വരാം. ഈ മുട്ടയുടെ വെള്ളം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് എടുത്ത്, ഇല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്കൊന്ന് എടുത്തിട്ട് വരാം കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ കൈകൊണ്ട് ഞെവിടി എടുത്താണേ. നമ്മളിപ്പോൾ സ്റ്റൈലിനിപ്പോൾ സ്പൂണൊക്കെ എടുത്താലുവേ ഈ ഒരു രസമൊന്നും കിട്ടത്തില്ലെന്നേ. കാരണം നമ്മളിപ്പോൾ സ്പൂൺ എടുത്ത് വെച്ചിട്ട്, ഇല്ലെങ്കിൽ എന്താ പറയുക പിച്ചാത്തി എടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ കുനുകുനെന്ന് കുത്തി കഴിഞ്ഞാൽ ആ കൈ കൊണ്ട് ഞെവിടുന്ന ആ ഒരു രസമുണ്ടല്ലോ, കണ്ടോ, അതെന്തായാലും നമുക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. കൈ കൊണ്ടൊക്കെ ഞെവിടിയൊക്കെ എടുത്താൽ മതി. അല്ലേ, ഫോറിൻ കൺട്രീസിലും നോർത്ത് ഇന്ത്യ അവരൊക്കെ ചെയ്യുന്ന പോലെ എന്തിനാ പറയുന്നത് നമ്മളിങ്ങനെ സ്പൂണൊക്കെ എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ സ്റ്റൈലൊക്കെ കാണിക്കണേ. അതിനുണ്ടോ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഞെവിടുമ്പോൾ കിട്ടുന്നതാണ്ടോ എത്ര ഭംഗിയായിട്ട് നോക്കി അങ്ങോട്ട് റെഡിയായിന്ന് നോക്കിയേ. കണ്ടോ, ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്പൂൺ കൊണ്ടൊക്കെ ചെയ്താൽ ഇതുപോലെ കണ്ട് നമുക്ക് ഞെവിടി എടുക്കാനൊക്കെ പറ്റുമോ? ഒന്നും പറ്റത്തില്ലെന്നേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ചെയ്യണം. അപ്പോൾ ഞാൻ കേട്ടോ ഇത് ഇത്ര റെഡിയാക്കിയല്ലോ. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ എന്ത് കൊടുക്കണം എന്നറിയാമോ? നമുക്ക് കടലമാവ് കൊടുക്കണം. അപ്പോൾ ഞാനിത് എന്താ പറയുക, ആദ്യം ഞാൻ ഒരു സ്പൂൺ ഈ ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ കടലമാവും കൊടുത്തിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ബ്രെഡിൻ്റെ പൊടിയും കൂടെ കൊടുക്കുക. ബ്രെഡിൻ്റെ പൊടി ഞാനൊരു 2 സ്പൂണോളം കൊടുക്കുവാന്നേ. എനിക്ക് കടലമാവിനെക്കാട്ടിലും ഇഷ്ടം അതാണ്, ബ്രെഡിൻ്റെ പൊടിയാണേ. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഞാനിതിൽ ഒന്ന് ഇളക്കി. എന്നിട്ട് നമുക്ക് ഇനിയുണ്ട്, അതായത് നമ്മളിനി ആ മുട്ട നന്നായിട്ടൊന്ന് ഇതിനകത്തേക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ഈ പച്ചമുളക് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. ഇനി ഇതിനകത്തേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ അതേണ്ടേ ഞാനിനി അതിലേക്ക് നല്ല മുളക് പൊടി എല്ലാം കൂടെ ചെന്നില്ലായിരുന്നു, ഞാനത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു ഇട്ടു. പിന്നെ അതേ ഞാനൊരു ചെറിയ സ്പൂൺ ഇത്രയും ഞാൻ മുളക് പൊടി അതിനകത്തേക്ക് ഇടുക കേട്ടോ. ഈ ഒരു സ്പൂണാണ് എൻ്റെ കണക്കെ, അതിട്ടു. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുക. ഈ ഒരു സ്പൂൺ കണക്കിന് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തു. ഇനി നമുക്ക് വേണ്ട മെയിൻ സാധനം ഉണ്ടല്ലോ, ഉപ്പ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആ മുട്ട ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. മുട്ട അതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കണം. മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല ചേർത്തേക്കുന്നത്. ഒരു മുട്ട അങ്ങ് ചിക്കി എടുത്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞെവിടിയെടുക്കാം. ഇതിപ്പോൾ വെള്ളം കൂടുതലായിട്ട് തോന്നില്ലേ, അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനകത്തേക്ക് അയ്യോ എന്തൊരു പാടപ്പാ ഇതിങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ടും. ഞാൻ ഇതിനകത്തേക്ക് കുറച്ചുകൂടി കടലമാവും കൊടുത്തു, ബ്രെഡിൻ്റെ പൊടിയും കൊടുക്കുക. നമുക്കൊരു ഉരുളയായിട്ട് കിട്ടണം കേട്ടോ, ആ രീതി വേണേ ഇത് കൊടുക്കാനായിട്ട്. കുറച്ചുകൂടി കടലമാവും ബ്രെഡിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തു. അപ്പം എല്ലാവരും ഉപ്പൊക്കെ നോക്കാൻ മറന്നു പോകരുത്. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം.
പിന്നെ മുളക് പൊടി ഇത്തിലൂടെ വേണം വേണ്ടവർക്ക് മുളക് പൊടി വീണ്ടും ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് എന്നിട്ടും ഒരു വെള്ളത്തിൻ്റെ മയല്ലേ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ഇടുകയാണേ. കാരണം ഞാനൊരു 4 ബ്രെഡിൻ്റെ പൊടിയോളം ഞാനിതിലേക്ക് 4-5 ബ്രെഡാണ് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. അപ്പോൾ തന്നെ ഞാനൊരു പാത്രം വെച്ചു എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട്. തന്നെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും പാത്രം വെച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഏകദേശം ഒരുവിധം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചെറിയ വലുപ്പത്തിലാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടോ, തീരെ ചെറുതിൽ, ചെറിയ നെല്ലിക്ക വലുപ്പം എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊന്ന് മൂക്കട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. അത് ഞാൻ ഒരു സൈഡ് മൂത്തപ്പോൾ ഞാൻ ഒരു സൈഡ് തിരിച്ചും കൂടി ഇട്ടിട്ടുണ്ട് ഈ രീതിയിൽ. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് റെഡിയാക്കാനും പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഇത്, എഗ്ഗ് 65. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ എടുത്ത് തന്നെ എണ്ണ തോരാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുകയാണ്. എന്ത് സാധനം എടുത്താലും അങ്ങനെ വേണമല്ലോ, എണ്ണ വരണ്ടേ നമുക്ക്. അപ്പം അതവിടെ കിടക്കട്ടെ. നമുക്കിനി അടുത്ത ട്രിപ്പ് ഇടാം. അടുത്ത ട്രിപ്പ് തന്നെ ഇടുക. അപ്പോൾ ഇതും അതുപോലെ നമുക്ക് റെഡിയാക്കിയിട്ട് കോരിയെടുക്കാം. അപ്പോൾ താണ്ടെ കുറേ കൂടി ഞാൻ ഇതിനെ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ, എങ്കിലാണ് രുചിയുള്ളത്. പക്ഷെ ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വളരെ ചുരുക്കമായിട്ടാണ് ഈ എന്താ പറഞ്ഞ ഇങ്ങനെ വറക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വളരെ ചുരുക്കമായിട്ടാണ്. കാരണം മമ്മിക്ക് ഇപ്പോൾ എല്ലാം ഉണ്ട്, കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒന്നും ഇവിടെ വറക്കാറൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സ്നാക്സ് ഐറ്റംസ് വല്ലപ്പോഴുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല കേട്ടോ, ചൂടോടെ ഇത് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിനി ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് വറുത്തിടാൻ പോവാണേ. അപ്പോൾ അതൊരു ഭംഗിക്ക് അതും കൂടി ഇരുന്നോട്ടെ. അപ്പോൾ ഞാനിനി അതിനകത്തേക്ക് കുറച്ച് ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അതിലേക്ക് ഇടാൻ പോവാണേ. അപ്പോൾ അതൊന്ന് എണ്ണ തോരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് തന്നെ ഇട്ടു. അപ്പോൾ അതിനകത്ത് നിന്ന് എണ്ണ തോന്നിട്ട് നമുക്ക് ഈ കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് നമുക്കെടുത്ത് സെറ്റ് ചെയ്യാം. കണ്ടോ, നേരത്തേക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ കറിവേപ്പില വാങ്ങണമായിരുന്നു. ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറിവേപ്പിലയൊക്കെ നല്ലതാണ്, എത്ര കഴിച്ചാലും നല്ലതാണ് കറിവേപ്പില. അപ്പോൾ എൻ്റെ ഈ എന്താ പറയുക എഗ്ഗ് 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവരോടും ടാറ്റാ.